ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ രൂപത മൈനസ് സെമിനാരിയുടെ ഈ വർഷത്തെ അക്കാഡമിക് കലണ്ടർ പുറത്തിറക്കി. ഞാൻ എല്ലാ വർഷവും എപ്പോഴും ഈ അക്കാഡമിക് കലണ്ടർ നോക്കാറുണ്ട്. അതിൽ എപ്പോഴും വായിക്കുന്നത് സ്റ്റുഡൻസ് ഗൈഡ് ലൈൻസ് എന്നൊരു പേജാണ്. അതിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ജീസസിൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് ഒരു സെമിനാരിക്കാരൻ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 19 നിയമങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിച്ചാൽ മതി ഒരാൾക്ക് നല്ലൊരു അച്ഛനായിട്ട് മാറാം. അത്രയും വ്യക്തതയോടെ കൃത്യതയോടെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ മൈനസ് സെമിനാരിൽ പഠിക്കുമ്പോഴും ഈ നിയമങ്ങളൊക്കെ തന്നെയായിരുന്നു, ഇപ്പോഴും ഈ നിയമങ്ങളൊക്കെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ചില സമയങ്ങളിൽ ഈ റൂൾ ബ്രേക്ക് ചെയ്യുന്ന ചില സെമിനാരിക്കാരുണ്ട്. പക്ഷേ ഈ റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ അവരുടെ പേരിൽ എടുക്കാൻ പറ്റില്ല. കാര്യം എഴുതപ്പെട്ട ചില നിയമങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും എഴുതപ്പെടാത്ത ചില കരുണയാണ് അവർ ആ സമയത്ത് ചെയ്തത്. ആ കരുണയുടെ പേരിൽ എങ്ങനെ അവരെ പുറത്തിടാൻ പറ്റും? എങ്ങനെ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു ചില ഇടങ്ങളിലൊക്കെ റൂൾ ബ്രേക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം അവിടെ ഒരു കരുണയുടെ സ്പർശനമുണ്ട്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് റൂൾ ബ്രേക്ക് ചെയ്ത 2 ഇൻസിഡൻസാണ്. ഈ 2 ഇൻസിഡൻസിൻ്റെ പ്രത്യേകത രണ്ടും ടച്ചാണ്. എവിടെയാണ് ടച്ച് ചെയ്തത്? ഒന്നാമത് യേശുവിൻ്റെ അടുത്തൊരു ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾ മരിച്ചുപോയി, നീ അവളൊന്ന് ടച്ച് ചെയ്യണം, ഒന്ന് തൊടണം, തൊട്ട് അവൾ ജീവിക്കും. പക്ഷെ അന്നത്തെ റൂൾ അതല്ല. തൊടാൻ പാടില്ല, ശവത്തിൽ തൊടാൻ പാടില്ല. അത് ബ്രേക്ക് ചെയ്യുന്ന റൂളാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അയാൾ ആവശ്യപ്പെട്ടത് ഒന്ന് റൂൾ ബ്രേക്ക് ചെയ്യാവോ? കാരണം ഈ റൂൾ ബ്രേക്ക് ചെയ്താൽ അവിടെ കരുണയുണ്ടാവും. ആ കരുണയിൽ എൻ്റെ മകൾ ജീവിക്കും. അങ്ങനെ യേശു അങ്ങോട്ട് നടന്നു പോകുന്നു. അടുത്തൊരു റൂൾ ബ്രേക്ക് ചെയ്യപ്പെട്ടു. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അങ്ങനെ തൊടാൻ പാടില്ല. കാരണം അവൾ അൺടച്ചബിളാണ്, അവൾ തൊടാൻ പാടില്ലാത്തവളാണ്, അവളെ മാറ്റി നിർത്തേണ്ടതാണ്. എന്നിട്ട് അവൾ ടച്ച് ചെയ്തു, റൂൾ ബ്രേക്ക് ചെയ്തു. ആ റൂൾ ബ്രേക്ക് ചെയ്തപ്പോഴും അവിടെ കരുണയായി മാറി. ആ കരുണയിൽ അവൾക്ക് സൗഖ്യം കിട്ടി. പിന്നീട് നമ്മൾ കാണുന്നു, ആ പെൺകുട്ടിക്കും സൗഖ്യം കിട്ടി, അവളും ജീവനിലേക്ക് തിരിച്ചു വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ എഴുതപ്പെട്ട ചില നിയമങ്ങളിലും എഴുതപ്പെടാത്ത ചില നിയമങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇടവകപ്പള്ളിയിൽ എന്തുമാത്രം നിയമങ്ങളാണുള്ളത്, ഒരു കോൺവെൻറ്റിനകത്ത് എന്തുമാത്രം നിയമങ്ങളാണുള്ളത്, ഒരു സെമിനാരിക്കകത്ത് എന്തുമാത്രം നിയമങ്ങളാണുള്ളത്, ഒരു വീടിനകത്ത് എന്തുമാത്രം നിയമങ്ങളാണുള്ളത്, ഒരു ഓഫീസ് മുറിയിൽ എന്തുമാത്രം നിയമങ്ങളാണുള്ളത്. ഇങ്ങനെ ജീവിതത്തിൽ എവിടെയായിരിക്കുന്നിടത്ത് പോലും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ എന്തുമാത്രം നിയമങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെറുതെ ഒരു യാത്രക്കിടയിൽ പോലും റെഡ് ലൈറ്റ് കത്തിയാൽ നിൽക്കണമെന്നും ഗ്രീൻ ലൈറ്റ് കത്തിയാൽ പോകണമെന്നൊക്കെ കൃത്യമായി എഴുതപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അങ്ങനെ എന്തിൻ്റെ പേരിലും നിയമങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ ഇതെല്ലാം ബ്രേക്ക് ചെയ്യേണ്ടി വരും. ചില നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് വലിയ കരുണയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്നവർ ചിലപ്പോൾ നിയമങ്ങളല്ല ആഗ്രഹിക്കുന്നത്, കരുണയാണ്. ചില നിയമങ്ങളെക്കാൾ ഉപരി അവരെ കേൾക്കാനും അവിടെ ഒരു കരുണയുടെ സ്പർശനം കൂടി നൽകാൻ പറ്റിയാൽ നമ്മളൊക്കെ യേശുവിനെ പോലെ വലിയ മനുഷ്യരാവും. നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഫരിസേയർ നിയമത്തിനാണ്. നമ്മളുടെ റോൾ മോഡൽ ഫരിസേയർ നിയമത്തിനല്ലല്ലോ. നമ്മുടെ റോൾ മോഡൽ ക്രിസ്തുവല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ എണ്ണം പറഞ്ഞ് അതിൻ്റെ പൊടുപ്പും തൊങ്ങലിൻ്റെയും കണക്ക് പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.